നമുക്കറിയാം തലസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. ഈ ചെങ്കോട്ട തകർത്തുകൊണ്ട് അവിടെ താമര വിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് പിന്നാലെ സർക്കാരിന്റെ ഒരു കുതന്ത്രം തലസ്ഥാനത്ത് ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ അത് നൈസായിട്ട് BJP അങ്ങ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ തങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 200 കോടി രൂപയാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ തലസ്ഥാനത്തെ കോർപ്പറേഷന്റെ വികസനമൊക്കെ എങ്ങനെ നടക്കും പ്രിയപ്പെട്ട സർക്കാരെ? അതാണ് ചോദ്യം. എന്തായാലും ഈ ആവശ്യം നൈസായിട്ട് കോർപ്പറേഷൻ തള്ളിയിരിക്കുന്നു. ഇത്രയും വലിയ തുക കോർപ്പറേഷനിൽ നിന്ന് നൽകിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതായത് പുതിയ ഭരണസമിതിക്ക് മേൽ ഇത്തരം ഒരു വലിയ ബാധ്യത കെട്ടിവെക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിവാക്കുകയാണ്. വളരെ ബുദ്ധിപരമായ ഒരു നീക്കം. ഇത് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പണമാണ്, സർക്കാരിന് കൊടുക്കാനുള്ളതല്ല. ഇത് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകുമെന്നാണ് നമുക്ക് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് സർക്കാരിന് ഇത്ര ആവശ്യം? അത് തലസ്ഥാനത്ത് നിന്ന് 200 കോടി രൂപ തന്നെ ആവശ്യപ്പെടുന്നു. നമുക്കറിയാം അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. BJP വന്നതിന് തൊട്ട് പിന്നാലെയാണോ താങ്കൾക്ക് 200 കോടി രൂപ വേണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത്? എന്താണ് ലക്ഷ്യം സർക്കാരിന്റെ? തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭരണ ചുമതലയിലേക്ക് എത്താൻ പോകുന്നത് BJP ആണ്. ആദ്യഘട്ടം മുതൽ BJP വിജയിച്ച് അധികാരത്തിലേക്ക് കയറും എന്ന ഒരു സാഹചര്യം വന്ന ഘട്ടം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഭരണ പ്രതിസന്ധി തിരുവനന്തപുരം നഗരസഭയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് 200 കോടി രൂപ, പ്രത്യേകിച്ച് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 200 കോടി രൂപ നൽകണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. അത് രേഖാമൂലം ഫിനാൻസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അത്തരത്തിലുള്ള ഒരു കത്ത് നൽകുന്ന സാഹചര്യം. ആ കത്ത് സംബന്ധിച്ച് അത്തരത്തിൽ 200 കോടി രൂപ നൽകുന്നു എന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ നൽകാൻ നീക്കം നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്ത ജനൻ TV പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് BJPയുടെ കൗൺസിലർമാർ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്നീട് തൊട്ടു പിന്നാലെ സെക്രട്ടറിക്കെതിരെ ഉപരോധവുമായി അടക്കമുള്ള നടപടികളിലേക്കൊക്കെ BJPക്ക് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്ന് അത്തരത്തിൽ ഫണ്ട് വകമാറ്റാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കണക്കിൽ എടുത്തുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഫണ്ട് കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല എന്ന നിലപാടാണ് കോർപ്പറേഷൻ സെക്രട്ടറി സർക്കാരിനെ അറിയിക്കാൻ പോകുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തനത് ഫണ്ടിൽ നിന്ന് 200 കോടി രൂപ ട്രഷറി നിയന്ത്രണത്തിന്റെ ഭാഗമായി നൽകണമെന്ന ആവശ്യമായിരുന്നു സംസ്ഥാന സർക്കാർ ധനവകുപ്പ് ആവശ്യപ്പെട്ടത്. അതിനാണ് ഇപ്പോൾ രേഖാമൂലം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി മറുപടി പറയാൻ നീങ്ങുന്നത്. ഇതിനിടയിൽ തന്നെ മറ്റൊരു ശ്രമം 100 കോടി ആദ്യഘട്ടത്തിൽ നൽകാനുള്ള ഒരു ശ്രമം കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ പോലും BJP കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അതിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് തനത് ഫണ്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കേണ്ടത്. അത് പ്രാദേശികപരമായ അല്ലെങ്കിൽ വാർഡ് തലങ്ങളിലെ ഈ കോർപ്പറേഷൻ പരിധിയിലെ വാർഡ് തലങ്ങളിലെ വികസനങ്ങൾക്കാണ്, ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള വികസനങ്ങൾക്കാണ് ഈ ഫണ്ട് ഉപയോഗിക്കേണ്ടത്. ആ തനത് ഫണ്ടിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ കൈയിട്ട് വാരിക്കൊണ്ട് ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിയ ഘട്ടത്തിൽ തന്നെ ജനൻ TV ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്, BJP കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലാണ് ഇപ്പോൾ ഒരു തൽക്കാലത്തേക്ക് സർക്കാരിലേക്ക് ഒരു രേഖാമൂലം ഈ 200 കോടി രൂപ നൽകാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖാമൂലമുള്ള ഒരു മറുപടി നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ സെക്രട്ടറി പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകുമ്പോഴും അവിടെ സർക്കാരിൽ നിന്നും രേഖാമൂലമാണ് കത്ത് നൽകുക. അപ്പോൾ കൂടിയും ഒരു സമ്മർദ്ദം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയില്ലേ വിനീഷ്? കാരണം മേയർ ആര്യയല്ല ഇപ്പോൾ ഭരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും പല ഘട്ടമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു വലിയ സമ്മർദ്ദം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് മേൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ഘട്ടം മുതൽ തന്നെ BJP ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. ഒപ്പോൾ BJP എടുത്ത ഒരു നിലപാടുണ്ട്. ഈ തനത് ഫണ്ട് സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് അത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ്. ഒരു കാരണവശാലും പ്രാദേശിക തലത്തിൽ നിന്ന് പിരിച്ചെടുത്ത അല്ലെങ്കിൽ അവരുടെ നികുതി പണം മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു സംവിധാനത്തിലേക്ക് നൽകാനുള്ള ഒരു
നിയമ സാധ്യത നിലനിൽക്കുന്നില്ല. ആ നിയമ സാധ്യത അട്ടിമറിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ 200 കോടി രൂപ നൽകണമെന്ന ഒരു നിർദ്ദേശം കോർപ്പറേഷൻ മുന്നിൽ വയ്ക്കുന്നത്. അതിനെതിരെ നിയമ പോരാട്ടമായി മുന്നോട്ട് പോകുമെന്ന് BJP കൗൺസിലർമാർ വ്യക്തമാക്കി. അതെ വിനീഷ്, കാര്യങ്ങൾ വ്യക്തമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാരിന്റെ നീക്കം എന്തായാലും തലസ്ഥാനത്തെ ഖജനാവിൽ സർക്കാർ കണ്ണുവെക്കേണ്ട. കാരണം അവിടെ പുതിയ ഭരണസമിതിയാണ്. ജനങ്ങൾക്കുള്ള ഒരു ചില്ലിക്കാശ് പോലും അനാവശ്യ ദൂർത്തിനോ അല്ലെങ്കിൽ സർക്കാരിന് നൽകാനോ അവിടുത്തെ പുതിയ ഭരണസമിതിക്ക് തയ്യാറാകില്ല എന്നാണ് വിനീഷ് നൽകിയ വിവരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് 200 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ആദ്യം മുതൽ തന്നെ BJP ചില വികസന പത്രികയൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അടിമുടി വികസനം, അതാണ് BJPയുടെ നയം തലസ്ഥാനത്ത്. അപ്പോൾ അതിനുള്ള ഫണ്ടൊക്കെ ആദ്യമേ ഇങ്ങ് സർക്കാരിന് ലഭിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ. കാരണം ആരെയല്ല അവിടെ ഇരിക്കുന്നത്. ഇനി പുതിയ ഭരണസമിതി വരുമ്പോൾ തങ്ങൾക്ക് പഴയ പോലെ ഈ ഫണ്ടൊന്നും വകമാറ്റാൻ കഴിയില്ല എന്ന് സർക്കാരിന് നന്നേ ബോധ്യമുണ്ട്. അപ്പോൾ പുതിയ മേയർ തിരഞ്ഞെടുക്കുന്നതിനൊക്കെ മുൻപ് സർക്കാർ 200 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്കുള്ള തുകയാണെന്നാണ് എന്തായാലും BJP ഇന്ന് സർക്കാരിന് അയക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.